ഭാഗ്യം നൽകും. സ്തോത്രം. അതെന്തുകൊണ്ടാണെന്നറിയാവോ? സങ്കീർത്തനം 81:4 വാക്യം പറയുന്നുണ്ട്, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. ആമേൻ. അവൻ്റെ തൂവൽ, കർത്താവിൻ്റെ ചിറകിൻ്റെ മറവ് നിനക്ക് മറവായിരുന്നതുകൊണ്ടാണ് ഈ ഒരു രാത്രിയും കൂടെ കഴിഞ്ഞ് ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത്. പ്രഭാതം കാണുമോ എന്ന് ചിന്തിച്ച് ചിലർ കടന്നിട്ട് എഴുന്നേറ്റപ്പോൾ ഒന്നും എഴുന്നേറ്റല്ലോ എന്നൊരു ചിന്തയോടുകൂടി എഴുന്നേറ്റവർ കാണും. അമ്മേ, നാളത്തെ പ്രഭാതം എന്തു ചെയ്യുമെന്നുള്ള ചിന്തയോടെ എഴുന്നേറ്റവർ കാണും. നാളെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഓരോന്നിനെയും തരണം ചെയ്യും എന്നുള്ള ചിന്തയിലായിരിക്കുന്നവർ കാണാം. ഏവരോട് ഞാൻ പറയുക, നിനക്ക് ശരണം നിന്റെ കർത്താവ്. അമ്മ, നിന്റെ മറവ് ദൈവത്തിന്റെ ചിറക. ആ ചിറകിന്റെ മറവിൽ മറയുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒരിടത്തും നിരാശരായി തീരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അമ്മ, ചിറക് നിനക്ക് ചിറകന്റെ മറവായി ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ആ മറവും ആ സങ്കേതവും നിനക്ക് വെളിപ്പെടാൻ വേണ്ടി അമ്മേ അപേക്ഷിച്ചാൽ ആ ചിറക് നിനക്ക് മറവാകും. ഹല്ലേലൂയ. ആ ചിറകിന്റെ മറവിൽ നിനക്ക് ശരണമായിരിക്കാൻ കഴിയും. ശരണമുണ്ടെങ്കിൽ ഒരു ജയമുണ്ട്, ജയമുണ്ടെങ്കിൽ ഒരു ആശ്രയമുണ്ട്, ആശ്രയമുണ്ടെങ്കിൽ ആമേൻ ഒരു വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ ഒരു പ്രത്യാശയുണ്ട്, പ്രത്യാശയുണ്ടെങ്കിൽ ഒരു ആമേൻ ഒരു അനുഗ്രഹം നിനക്കുണ്ട്. സകലതും നിന്റെ മുമ്പിൽ അവൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ആരെങ്കിലും ഈ സങ്കടത്തിലേക്ക് വരുവാൻ കഴിയാതെ എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ആ സങ്കടത്തിലേക്ക് നിനക്കടുത്തു വരുവാൻ ഒരവസരം കൂടെ ഉണ്ട്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, ദേശത്തോട് ഞാൻ വിളിച്ചു പറയുക, ദൈവം നിനക്ക് സങ്കേതവും ദൈവം നിനക്ക് ഉറപ്പുള്ള നഗരവുമാണ്. ആമേൻ. ആ ദൈവ സങ്കേതത്തിലേക്ക് നമുക്ക് പറയാം, ആ ചിറകിലേക്ക് നമുക്ക് ആശ്രയിക്കാം. ആമേൻ, ആമേൻ, ആമേൻ.